ഹലോ. അപ്പോൾ ദേ ഇന്ന് നമുക്കൊരു കടച്ചക്ക കറി ഉണ്ടാക്കാം. അപ്പോൾ കടച്ചക്കയൊക്കെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടച്ചക്കയൊക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, 5-6 വെളുത്തുള്ളി അരിഞ്ഞതും, പിന്നെ 2-3 പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഒരു മുറി തേങ്ങ ചിരകിയതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പൂവും 2 കഷ്ണം കറുവാപ്പട്ടയും 2-3 ഗ്രാമ്പൂവും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നീട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീട് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടെ അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ പാകമായിട്ട് വന്നു. ഇതൊന്ന് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ വെന്ത് വന്നേക്കുന്ന കടച്ചക്ക കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. നല്ല രീതിയിൽ വറ്റി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. അപ്പോൾ ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഒന്ന് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും 2 വറ്റൽമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വറ്റൽമുളകും ചേർത്തു, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റെഡി ആയിരിക്കുന്ന കറിയിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക കറിയൊക്കെ ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണിതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.